ഐബിഎൻ മലയാളത്തിന്റെ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ ടോക്ക് ഷോയിൽ ചേരുന്നത് അഡ്വക്കേറ്റ് രാജേഷ് പുളിയനത്താണ്. അദ്ദേഹം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ സംസ്ഥാന ചെയർമാനും ഒപ്പം തന്നെ ഹരിപ്പാട് ബാർ അസോസിയേഷനിലെ അഭിഭാഷകനുമാണ്. അദ്ദേഹത്തെ നമുക്ക് ഹൃദയപൂർവ്വം ഐബിഎൻ മലയാളത്തിന്റെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, നമസ്കാരം. ഇന്ന് നമ്മളുടെ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. കൗമാരക്കാരിലും യുവാക്കളിലും വളർന്നു വരുന്ന ഒരു അക്രമ വാസന വളരെയധികം വലുതാണ്. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ കൗമാരത്തിലേക്ക് കടന്നിട്ടില്ലാത്ത 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പറയുന്ന കൗമാരക്കാരിലേക്ക് മാത്രമാണ് ഈ അക്രമ സംഭവങ്ങൾ ഒതുങ്ങി നിൽക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. സമൂഹത്തിൽ ആകമാനം പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു അക്രമത്തിൻ്റെ ഒരു ശകലം വളരെ ഇൻറ്റൻസിറ്റി കൂടി കുട്ടികളിലേക്ക് എത്തിയ ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ അവസ്ഥ എന്ന് പറയുന്നത് എത്ര പെട്ടെന്ന് പരിഹരിക്കേണ്ട അവസ്ഥയാണെന്ന് മാത്രമല്ല, അതിന് ക്രിയാത്മകമായ നടപടികൾ കൂടെ സർക്കാരും പൊതുജനങ്ങളും ഇവിടുത്തെ അധികാര സമൂഹവും വന്നെത്തുകയും വേണം. മറ്റ് രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ആ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ഉണർന്നു പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്താൻ, അല്ലെങ്കിൽ കുറച്ച് ഡിഗ്രിയെങ്കിലും ഇതിനൊരു കുറവ് വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പം അതോടൊപ്പം തന്നെ എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സിനിമകൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ ഇങ്ങനെ കുട്ടികളെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതാണ്. ഒരു പരിധിവരെ അത് ശരിയാണെന്ന് തോന്നുന്നു. മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് അത്തരത്തിലേക്ക് കുട്ടികളെ നയിക്കുന്നത്? അതാണ് ഞാനിപ്പോൾ ഈ സിനിമകൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ അക്രമ സംഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും കുട്ടികളിൽ എത്തിക്കുന്നതിനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് എന്നോ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ല എന്നോ സ്ഥാപിക്കാനല്ല ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. കാരണം സമൂഹത്തിൽ സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഇത്തരം അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്താഗതികൾ, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. ഒരു സിനിമകളിലേക്ക് ചുരുക്കി നിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്താൽ ഇതിന് സ്ഥായിയായ ഒരു പരിഹാരമോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇത്രയും വലിയ അക്രമ പ്രവർത്തനങ്ങൾക്ക് കുറവുണ്ടാക്കാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഞാൻ പറയാൻ കാരണം, ഈ പറയുന്ന കുട്ടികളിൽ സിനിമകളാണ് അക്രമ പ്രവർത്തനങ്ങൾക്ക് കാരണമാണെന്ന് പറയാൻ എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നവർ പറയുന്നത്? ഏറ്റവും കുറഞ്ഞത് ഈ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളും അതിന് കൂട്ടുനിന്നവരും കണ്ടുനിന്നവർക്കിടയിൽ ഒരു സർവേ നടത്തിയിട്ടുണ്ടോ, ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഇന്നിറങ്ങിയ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഇറങ്ങിയ എത്ര സിനിമകൾ ഈ അക്രമത്തിൽ ഇറങ്ങിയ കുട്ടികൾ കണ്ടു എന്നെങ്കിലും ഒരു പഠനം നടത്തിയില്ല. പോലീസ് ഈ പറയുന്ന കുട്ടികളോടെ നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏതൊക്കെ ഈ വയലൻസ് ഉള്ള സിനിമകൾ കണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങൾ ഇത്ര സിനിമ കണ്ടു, ഞങ്ങൾ ഇന്ന സിനിമകൾ കണ്ടു, ഇന്ന സിനിമകളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രചോദനമുണ്ടായി, അല്ലെ ഇന്ന സിനിമകൾ ഞങ്ങളെ സ്വാധീനിച്ചു എന്ന് വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? അപ്പോൾ സിനിമ കണ്ടവർ, അപ്പോൾ അവർ ഒരുപക്ഷെ ഈ പറയുന്ന കുട്ടികൾ ആരും ഈ വയലൻസ് ഉള്ള ഒരു സിനിമയും കണ്ടിട്ടില്ലെങ്കിലോ? ഈ പറയുന്ന കുട്ടികൾക്ക് നിയമപരമായിട്ട് ഈ സിനിമകളൊക്കെ കാണുന്നതിന് തന്നെ തടസ്സമുണ്ട്. കാരണം ഈ പറയുന്ന വയലൻസ് ഉള്ള സിനിമകളെല്ലാം തന്നെ A സർട്ടിഫിക്കറ്റ് സിനിമകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ തിയേറ്ററിൽ പോയി OTT-യിൽ വരുന്നത് പോട്ടെ, OTT വരുന്നത് രണ്ടാമത്തെ കാര്യം. OTT-യിൽ ആണെങ്കിൽ വീട്ടിൽ നിന്നല്ലേ കാണുന്നത്, അവിടെ രക്ഷകർത്താക്കളെ നിയന്ത്രിക്കണമല്ലോ. അപ്പോൾ ഈ പറയുന്ന സിനിമകൾ കുട്ടികൾ കണ്ടിരിക്കാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം പറയും, ഈ അക്രമ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ഒരു സൈക്കോളജിക്കൽ കാര്യമാണ്. കാരണം അക്രമ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഏറിയ രീതിയിലോ കുറഞ്ഞ രീതിയിലോ മനുഷ്യരിലുണ്ട്. അത് സാമൂഹികപരമായ ആ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായി പോയിട്ട് നമ്മൾ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന നിലയിൽ നിർത്തി അത്തരം അക്രമ പ്രവർത്തനങ്ങളെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു പ്രവൃത്തിചര്യയാണ് കൊണ്ടുവരേണ്ടത്. ഈ അക്രമ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഏറിയ കുറഞ്ഞൊരു ചെറിയ രീതിയിലും ഉണ്ട്. അതിപ്പോൾ കുട്ടികളിലേക്ക് വന്നുകൊണ്ടാണ് ഇത് കൂടുതൽ ഇത്രയും ചർച്ചയാകുന്നതും സമൂഹം ഇത്രയും ഭയത്തോടെ കാണുന്നു. അക്രമം ഇവിടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ പറയുന്ന രീതിയിൽ അക്രമ പ്രവർത്തനങ്ങളെ കുട്ടികളിലായാലും കൊള്ളാം, വലിയവരിലായാലും കൊള്ളാം, ഏറ്റവും ആ അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അത് ഇല്ലാതാക്കാനുള്ള സാമൂഹിക ചര്യ എങ്ങനെ രൂപപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ഈ സിനിമകൾ തന്നെ സ്വാധീനിക്കപ്പെട്ടു എന്ന് കരുതുക.
അങ്ങനെ സ്വാധീനിക്കപ്പെട്ടു എന്നത് സത്യമാണെങ്കിൽ അതിവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ പോരായ്മയാണ്. ഒരു സിനിമയെ, ഒരു കലാരൂപത്തെ അത് ഇന്ന രീതിയിൽ കാണുകയാണെങ്കിൽ അത് ഇന്ന പോലെ മനസ്സിലാക്കണമെന്നും അത് ഇത്രത്തോളമേ പ്രാധാന്യമുള്ളതെന്നും അതിനെ മനസ്സിലാക്കാനുള്ള ഒരു എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അത്തരം സിനിമകളെ ഇല്ലാതാക്കുന്നതുകൊണ്ട് അതൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന വയലൻസ് ഉള്ള സിനിമകളും വയലൻസ് ഉള്ള കഥാപാത്രങ്ങളും വയലൻസ് ഉള്ള ചരിത്ര പുരുഷന്മാരും, അങ്ങനെ വയലൻസ് ഇല്ലാത്ത ഒന്നും നമ്മുടെ മനുഷ്യൻ്റെ ആദിമ കാലം മുതലില്ല. വയലൻസ് ഇല്ലാത്ത ഒന്നുമില്ല. കാരണം ഒരു മതത്തിലും ഒരു മതഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ചരിത്രം പറയുന്ന ഒന്നിലും യുദ്ധങ്ങളോ അധിനിവേശങ്ങളോ കൊലപാതകങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ചരിത്രമില്ല. നമ്മുടെ രാജ്യങ്ങളുടെ ചരിത്രം നോക്കിക്കൂ. ഏത് രാജ്യത്തിലാണ് പൂർവ്വകാലത്തിൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും അക്രമങ്ങളും ഇല്ലാത്തത്? ഇത് കുട്ടികളിലേക്ക് വരുമ്പോഴും ഇതിൽ ഈ അക്രമങ്ങളെന്ന് പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അത് പല രീതിയിൽ പലയിടങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തമായി തോന്നുന്നേ ഉള്ളൂ. ഇതിന് ചിന്ത ഒന്നാണ്. വർത്തമാനകാലത്തിൽ എന്താ അക്രമങ്ങളില്ലേ? ലോകം മുഴുവൻ സംഘർഷങ്ങളല്ലേ? എവിടെയാണ് സംഘർഷങ്ങളില്ലാത്ത? സംഘർഷങ്ങൾ അതായത് അക്രമം എന്നത് എന്നും മനുഷ്യനിൽ ഏറിക്കുറഞ്ഞും ചെറിയ അളവിലും മനുഷ്യരിലും ഉണ്ട്. ആ ചിന്തയുണ്ട്, ആ വികാരമുണ്ട്. സമൂഹത്തിൽ അത് പലയിടങ്ങളിൽ പല രൂപത്തിൽ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ സാമൂഹികമായ ഒരു പ്രവൃത്തിചര്യയെ കൊണ്ടുവന്ന് ചില മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമല്ല ഇത്തരം അക്രമങ്ങളെന്ന് ബോധവൽക്കരിച്ച് ഈ അക്രമ പ്രവർത്തനങ്ങളെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലെവലിൽ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരവസ്ഥ എത്തിക്കുക എന്നത് മാത്രമാണ് പ്രായോഗികമായ കാര്യം. അല്ല അക്രമത്തെ എന്ന് പറയുന്ന ചിന്തയെ എല്ലാ മനുഷ്യരിൽ നിന്നും തുറച്ചു കളയാനൊന്നും പറ്റത്തില്ല. അത് പൊന്തി വരാതിരിക്കാനുള്ള കാര്യങ്ങളെയാണ് നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സിനിമകളാണ് എന്ന് സ്ഥാപിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം. നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രിയും സ്പീക്കറും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയാണ് എടാ മോനെ എന്ന് വിളിച്ചിട്ടാണ് കുട്ടികൾ സംസാരിക്കുന്നത്. ഏത് സിനിമയാണെന്ന് ഓർക്കുന്നില്ല എന്ന് പറയുമ്പം സ്പീക്കർ അവിടെ നിന്ന് അംബാനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അത് ഉറപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതെ അതെ, അവിടെയാണ് തെറ്റ്. കാരണം ഈ പറയുന്ന ഈ സിനിമയിലേക്ക് ഇപ്പോൾ എല്ലാം ചുരുക്കി പ്രസ്താവിച്ച് പോയാൽ ബാക്കി എല്ലാ മേഖലയിലും നടന്ന അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് ഇരുട്ടിൽ പൊക്കോളുമെന്നും ഈ സിനിമകളിലേക്ക് മാത്രം തൽക്കാലം ഒന്ന് കേന്ദ്രീകരിച്ച് ഇപ്പം നമ്മൾ കണ്ടില്ലേ എല്ലാ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് കുറേ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ബോട്ട് അപകടം നടന്നാൽ പിന്നെ ലോകത്തുള്ള സകല ബോട്ടിലും പരിശോധന, ബസ് അപകടം നടന്നാൽ പിന്നെ ഒറ്റ ബസ്സിന് റോഡിൽ ഇറങ്ങണ്ട എന്ന ഒരവസ്ഥയുണ്ടല്ലോ. അത് മാത്രമാണ് ഇപ്പോഴും. അത് ആ സമയത്തേക്ക് ജനങ്ങളുടെ വികാരത്തെ മുതലെടുത്ത് ഞങ്ങളും ജനങ്ങൾക്കൊപ്പമുണ്ട്, ഈ വികാരങ്ങളെല്ലാം ഞങ്ങളും അഡ്രസ്സ് ചെയ്യുന്നു, ഞങ്ങൾ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കാണിക്കുന്ന ആ പതിവ് ജിമ്മിക്കിൻ്റെ തനിയാവർത്തനമാണ് ഈ പറയുന്ന അക്രമ പ്രവർത്തനങ്ങൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഇവിടുത്തെ അധികാര സമൂഹം കാണിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം കുറേ സിനിമാ ലോകത്തിൻ്റെ ഒരു എന്തോ ഭാഗ്യദോഷം കൊണ്ടായിരിക്കും അടുത്ത സമയത്ത് കുറേ വയലൻസ് സിനിമകൾ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ സിനിമകളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഇതെല്ലാം സമീപകാലത്ത് ഇറങ്ങി ഈ പറയുന്ന അക്രമ പ്രവർത്തനങ്ങളെല്ലാം കാരണം ഈ സമീപകാല സിനിമകളാണെന്ന് വരുത്തി അങ്ങ് സ്ഥാപിച്ചാൽ കുറേ കാലം ഈ സിനിമകളുടെ മേൽ ഈ പഴിയിരിക്കും. കാലം അടുത്ത ഒരു കാര്യങ്ങളിലേക്ക് പോകും. ഈ ശ്രദ്ധകൾ പോറും. ഈ പറയുന്ന എല്ലാം ഇതിന് എതിരെയുള്ള ഈ അക്രമ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതോടെ നിൽക്കും. അതാണ് നമ്മൾ പതിവായി കണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ ഇവിടെ സംഭവിക്കുന്ന എനിക്ക് അതിനപ്പുറമൊന്നുമില്ല. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി അവിടെ സഭയിൽ ഉപദേശിക്കുന്ന കേട്ടു കുട്ടികളെ പൂക്കളെയും പൂമ്പാറ്റകളെയും ഒക്കെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഇങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ പറയാൻ എല്ലാവരെയും കൊണ്ട് പറ്റും. അതൊക്കെ നമ്മൾ ഈ കുട്ടികളെ ഈ നിലത്തെഴുത്ത് പഠിക്കുന്ന പിള്ളേരെയൊക്കെ കൊച്ചിലേക്ക് വിളിച്ചിരുത്തി പൂക്കളെയും പൂമ്പാറ്റകളെയൊക്കെ സ്നേഹിക്കണമെന്നൊക്കെ ഉപദേശിക്കുന്നതിനപ്പുറം ഇന്നത്തെ ഇത്രയും വഷളായി നിൽക്കുന്ന ഈ സമൂഹത്തിൽ അതെന്ത് ഇത്തരം ഉപദേശങ്ങൾ കൊണ്ട് ഗുണം ചെയ്യുമെന്നാണ്? പ്രവൃത്തിയാണ് ആവശ്യം. അതിനകത്ത് പ്രധാനമായിട്ട് ഈ കുട്ടികളെ അക്രമ പ്രവർത്തനങ്ങളുടെ മൈൻഡ്, അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ എല്ലാവരിലും ഉണ്ട്, ആ ചിന്തയെ ട്രിഗർ ചെയ്യുന്ന സാധനം ഒന്ന് ഡ്രഗ്സാണ്. അതിപ്പോൾ എല്ലാവരും പരക്കെ പറയുന്ന കാര്യമാണ് ഡ്രഗ്സ്. ആ ഡ്രഗ്സ് അതിനെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഡ്രഗ്സ് ഇല്ലാതാക്കാനുള്ള ശക്തമായ നടപടി എടുത്തുകൊണ്ട് സർക്കാർ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവണം. അല്ല ഉപദേശങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് മാത്രമല്ല സിനിമയിലേക്ക് മാത്രം എല്ലാം അങ്ങ് ഊന്നിയാൽ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ളതും ഒരു തെറ്റായ ധാരണയാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രി
അക്രമ പ്രവർത്തനങ്ങളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കണമെന്ന ആത്മാർത്ഥതയോടെ സംസാരിച്ചു എന്ന് കരുതുക വയ്യ. കാരണം നമ്മൾ വളരെ അടുത്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ ബസ് യാത്ര സമയത്ത് റോഡിൽ പ്രതിഷേധിച്ചവരെ തല്ലി എങ്ങനെ ഒതുക്കാമെന്നാണ് ശ്രമിച്ചത്. ആ തല്ലൽ അക്രമമാണ്. ഹെൽമറ്റ് അടിച്ച് പോലീസുകാർ നടത്തിയ അക്രമ പ്രവർത്തനത്തിന് എന്താ ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി അത് മിണ്ടായിരുന്നതിലും കുഴപ്പമില്ല, അത് പരസ്യമായി അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചു. SFI വിദ്യാർത്ഥികൾ ഒരാളെ പട്ടിണിക്കിട്ട് ക്രൂരമായിട്ട് കൊന്നത് നമ്മൾ സമീപ ഭാവിയിൽ കണ്ടു. സമീപകാലത്ത് കേവലം 1 വർഷമേ ആയുള്ളൂ. അന്ന് അതിനെ ആരും പാർട്ടി എന്ന സംരക്ഷണത്തിനപ്പുറത്ത് ഒരു അക്രമ പ്രവർത്തനം നിലയിൽ ആരും തള്ളി പറഞ്ഞില്ല. അക്രമം എന്ന് പറയുന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതിന് സാമൂഹ്യപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ സാമൂഹ്യപരമായ കാരണങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ കേവലം സിനിമയിലേക്ക് മാത്രം അതിൻ്റെ കാരണങ്ങളെ ഒതുക്കുന്നത് ശരിയല്ല. ആ ശരിയല്ല എന്നൊരു സിനിമയിലെ ഈ വയലൻസ് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിലേക്ക് ഒതുക്കി ബാക്കി എല്ലാത്തിനെയും തമസ്കരിക്കാമെന്ന് കരുതുന്ന ഒരു ചിന്ത ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭയിൽ നമ്മൾ അക്രമ പ്രവർത്തനങ്ങളാണ് കണ്ടത്. മനസ്സിലായി. നിയമസഭയിൽ തന്നെ മന്ത്രിമാർ ഇപ്പോഴുള്ള കുറച്ച് കാലങ്ങൾ മുൻപാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഈ സമൂഹത്തിലേക്ക് ഇത്രയും വലിയ അക്രമവാസന നമ്മൾ അതെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നു കണ്ടു. വളരെ ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നിയമസഭ കൂടിയ സമയത്ത് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരോട് ആക്രമിക്കാൻ മുന്നോട്ട് വരുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശിവൻകുട്ടി നടന്നു വരുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി തടയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ അതിൻ്റെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? അതിനെ ആവേശത്തോടെയാണ് അണികൾ കാണുന്നത്. എന്താണ്, ആരടാ എൻ്റെ പയ്യനെ തൊടാൻ എന്ന് പറഞ്ഞുകൊണ്ട് മിനിസ്റ്റർ ശിവൻകുട്ടി വരുന്നതായിട്ട് ആ ആവേശത്തെയാണ്, ആ ആക്രമിക്കാനുള്ള ആവേശത്തെയാണ് പൊതുജനത്തിലെ ഈ അണികൾ ആവേശമായിട്ട് എടുക്കുന്നത്. അക്രമങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. സിനിമയേക്കാൾ കൂടുതൽ ഇവിടുത്തെ പുതുതലമുറയെ സ്വാധീനിക്കുന്നത് ഈ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് കിട്ടുന്ന സ്വാധീനമാണ്. അതുപോലെ രാഷ്ട്രീയ ഒരു കൊലപാതകം കഴിഞ്ഞോ അല്ലെ രാഷ്ട്രീയ ഒരക്രമം കഴിഞ്ഞോ ജയിലിൽ പോയി തിരിച്ചു വരുന്നവർക്ക് മാലയിട്ട് സ്വീകരിക്കും. അതിവിടെ കണ്ടു നിൽക്കുന്ന യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് സിനിമയേക്കാൾ പ്രചോദനമാണ്. അത് അവരുടെ ജീവിതത്തിൽ നേരിട്ട് കാണുന്ന പ്രചോദനമാണ്. ഒരു സിനിമയാണെന്നുള്ള ഉപബോധ മനസ്സിലെങ്കിലും അവർക്കുണ്ട് അതൊരു സിനിമയാണ്. ഇത് റിയൽ ലൈഫിൽ കാണുകയാണ്. അതുപോലെ ഈ സമൂഹത്തിൽ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു. ഞാൻ വളരെയധികം കാലമായിട്ട് അഭിഭാഷക രംഗത്തുള്ളതുകൊണ്ട് പറയാം. ഒരു മോഷ്ടാവോ അല്ലെങ്കിൽ ഒരു പോക്സോ കേസ് പ്രതിയോ അല്ലെങ്കിൽ ഒരു റേപ്പ് കേസ് പ്രതിയോ ജയിലിൽ പോയി ഒരു റിമാൻഡ് കാലയളവ് കഴിഞ്ഞ് പൊതുജനമധ്യത്തേക്ക് തിരിച്ചിറങ്ങുന്ന ഒരു പ്രതിയേക്കാൾ ഒരു കൊട്ടേഷൻ പ്രതി ഒരക്രമ പ്രവർത്തനത്തിന് ശേഷം ജയിലിൽ പോയി തിരിച്ചു വന്നാൽ അവന് പൊതുസമൂഹത്തിന് മുന്നിൽ മറ്റവർക്കുള്ള അത്രയും ഭ്രഷ്ടില്ല. അവർക്ക് ഭ്രഷ്ടില്ലെന്ന് മാത്രമല്ല, അവർക്കൊരു വീരപരിവേഷവും ഒരംഗീകാരവും എല്ലാം ഉണ്ട്. ഒരു മോഷണ കേസ് പ്രതി ജയിലിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ അവന് മുഖത്ത് നോക്കാൻ തന്നെ ഒരു പാടാം. നാട്ടുകാർ അവനെ കാണുന്നു. അങ്ങനെ ഒരു മടിയുമില്ലാതെ അന്തസ്സോടെ നല്ല വിരിഞ്ഞ മാറിടത്തോടെ വന്ന് ഒരു കൊട്ടേഷൻ പ്രതിക്ക് നിൽക്കുക. അത് ഈ സമൂഹത്തിൻ്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. അവിടെയെല്ലാം ഈ പറയുന്ന വിദ്യാർത്ഥികൾ കണ്ടു വളരുന്നതും പ്രചോദനം ഉൾക്കൊള്ളുന്നതും ഈ പറയുന്ന രാഷ്ട്രീയ ഗുണ്ടകളെയും കൊട്ടേഷൻ ഗുണ്ടകളെയും അവർക്ക് സമൂഹം കൊടുക്കുന്ന അംഗീകാരവും രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന സംരക്ഷണവും അങ്ങനെ പലതുമാണ്. ഈ സിനിമകൾക്കപ്പുറത്തേക്ക് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾക്കുണ്ടാവുന്ന അബ്യൂസ് വളരെ വലുതാണ്. ഈ പേരൻസിനും ഇതിനൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ തോന്നലാണ്, ഒരു പക്ഷേ ശരിയായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം, എന്ന് വെച്ചാൽ കുട്ടികളെ അടുത്തിരുത്തി ഒന്ന് സംസാരിക്കാനുള്ള സമയം പോലും ഇപ്പോഴത്തെ പേരൻസിനില്ല. അതോടൊപ്പം തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി ഒരു അടി വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പേരൻസ് സ്കൂളിൽ ചെല്ലും, എൻ്റെ കുട്ടിയെ എന്തിന് തല്ലി, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. ആ വളർത്തുന്ന രീതി തന്നെ ശരിയല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഇതിന് കാരണമാകുന്നുണ്ടോ? അപ്പോൾ
ഒരു ക്രിമിനൽ പ്രവർത്തനത്തെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് ഒരു അക്രമ പ്രവർത്തനത്തെ പുകഴ്ത്തി പിതാവ് മാതാവിനോട് സംസാരിക്കുന്നത് ഈ കുട്ടി കേൾക്കാവുന്നതായിരിക്കും. മനസ്സിലായി? അത് ആ കുട്ടിയിൽ ഒരു അക്രമത്തിനോടുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു താല്പര്യവും ആ അക്രമ പ്രവർത്തനങ്ങളോടൊരു ബഹുമാനവും ഉണ്ടാക്കും. പേരൻസ് കുട്ടികളോട് സംസാരിക്കുന്നില്ല. കുട്ടികളോട് സംസാരിക്കാൻ പേരൻസിനൊക്കെ വളരെ സമയം കുറവാണ്. 10 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും രാവിലെ ഒരു 7-7:30 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. മനസ്സിലായില്ലേ? ഒരു 7:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവർക്ക് ട്യൂഷന് പോകും. അത് കഴിഞ്ഞ് ക്ലാസ് ടൈം, അത് കഴിഞ്ഞ് ട്യൂഷൻ കാണും. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലെത്തുന്നത് ഒരു 6 മണി, 6:30 മണി, 7 മണി, അല്ലെ അതിനും മുന്നോട്ട് പോകുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ട്യൂഷനൊന്നും പോകുന്നത് ആവശ്യമില്ലാത്തതെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ ഇവർ ഇതിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് പേരൻസിൻ്റെ കൂടെ അല്ല, ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ കൂടെ അങ്ങനെ സമയം ചിലവാക്കുമ്പോൾ ഈ വക കാര്യങ്ങളിൽ ബോധവൽക്കരണം കുട്ടികളിലേക്ക് നൽകേണ്ട പ്രഥമ ചുമതല ടീച്ചേഴ്സാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി എല്ലാ സ്കൂളുകളിലും ഒരു മിനിമം ഒരു അധ്യാപകനെങ്കിലും ഉണ്ട്. മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് എത്ര അധ്യാപകരുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടോ? മാനസികാരോഗ്യം വേണ്ടേ? അതിനുവേണ്ടി സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങളും അതിന് യോഗ്യരായ അധ്യാപകരെ, അതായത് ആ മേഖലയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ട്രെയിനിങ് നേടിയിട്ടുള്ളവരെ സ്ഥിരം അധ്യാപകരായി നിയമിക്കണം. അവർ കൃത്യമായി ഇപ്പോൾ ഓട്ടവും ചാട്ടമൊക്കെ വിദ്യാർത്ഥികളുടെ ശാരീരിക ആരോഗ്യം നിലനിർത്തുന്ന പോലെ തന്നെ നിരന്തരമായ കൗൺസിലിങ്ങുകൾ, നിരന്തരമായ ഉപദേശങ്ങൾ, അവരുടെ പ്രവർത്തന നിരയിൽ വരുന്ന മാറ്റം, ഇതെല്ലാം ഈ പറയുന്ന അധ്യാപകർ മുൻകൈയെടുത്ത് ഒരു പീരീഡ് അതിനുവേണ്ടി മാറ്റിവെച്ച് കുട്ടികളുമായിട്ട് സംവദിക്കുകയും കൗൺസിലിങ്ങുകൾ ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് വരണം. അത്തരം പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടത്തേണ്ടത്. കുട്ടികൾക്കറിയാം ഞങ്ങൾ ജുവനയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയുള്ള വാട്സപ്പ് സന്ദേശങ്ങളിലൊക്കെ അവർ പറയുന്നുണ്ട് നമ്മളെ ഒന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ, അതിനനുസരിച്ചുള്ള ശിക്ഷയും നടപടികളെ വരുത്തുള്ളൂ. അപ്പം ജുവനയിലായിട്ടുള്ള ആ കുട്ടികൾക്ക് അതിൻ്റെ പരിഗണന കുറ്റവാളികൾക്ക് കൊടുക്കണമെന്നും, മനസ്സിലല്ലേ? ജുവനൈലിൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് പറയുന്നത്. അവരെ എല്ലാ കുറ്റവാളികളെന്ന് വിളിക്കാൻ പോലും പാടില്ല എന്നാണ്, അവരെ അക്യൂസർ എന്ന് വിളിക്കത്തില്ല. അത്രയ്ക്ക് പരിഗണന കൊടുത്താണ് നിയമം അവരെ നിർത്തിയിരിക്കുന്നത്. അത് വേണ്ടാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഈ ജുവനൈൽ എന്ന വിഭാഗത്തിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഡൽഹി ഇൻസിഡൻറ്റിന് ശേഷം ഈ പറയുന്ന പ്രായപരിധി താക്കുന്നതിനെക്കുറിച്ചൊക്കെ ഗൗരവമായ ചർച്ചകളും നടപടികളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ക്രൂരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആലോചിച്ചുറച്ച് ക്രൂരതയോടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഈ പറയുന്ന ജുവനൈലിൻ്റെ ആനുകൂല്യം ഇത്രയധികം വയസ്സ് വരെ കൊടുക്കാൻ പാടില്ല. 18 വയസ്സിന് താഴെ കലണ്ടറിലെ ഡേറ്റ് എണ്ണി നോക്കുമ്പോൾ അവൻ ഈ നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയാണ്. ആ രക്ഷപ്പെടലും കണ്ടിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് പ്രചോദനമാണ്. ഞാൻ പറഞ്ഞല്ലേ, പ്രചോദനമാകുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം പരിഹരിച്ചോ അല്ലെങ്കിൽ അതിനെയെല്ലാം കണ്ടുകൊണ്ടുള്ള പ്രവർത്തന രീതികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ആശ്വാസം കിട്ടത്തുള്ളൂ. വയലൻസ് ഉള്ള സിനിമകൾ ഇറങ്ങാത്ത കോമഡി സിനിമകൾ ഇറങ്ങിയ കാലത്തൊന്നും ഇവിടെ അക്രമങ്ങൾ നടന്നിട്ടില്ലേ? കോമഡി സിനിമകൾ നടക്കും, കോമഡി സിനിമകളുടെ നോക്കുമ്പോൾ അക്രമങ്ങൾ നടക്കും. അങ്ങനെ നടന്ന ചരിത്രമുണ്ട്. അതിൽ പിന്നെ എന്തും ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ബുക്ക് വായിച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൽ ഒരു സിനിമയിലെ ഒരു വയലൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, കുറച്ചൊക്കെ കാണും. പക്ഷേ അതിലേക്ക് മാത്രം ചുരുക്കി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളെ ഗവൺമെൻറ് കാണാതെ പോലും. ഇപ്പോൾ ഈ പറയുന്ന പ്രായം കുറച്ച് കൂടുതൽ ഒരു 15 വയസ്സിലേക്കോ 14 വയസ്സിലേക്കോ എത്തിക്കുക, അത് മറ്റാരും പ്രതിപക്ഷമോ മറ്റ് രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ ആൾക്കാരോ ഒന്നും വിചാരിച്ച കാര്യമില്ല. അത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് നിന്ന് ശക്തമായ നടപടികൾ വരണമെന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ കുറേ മയക്കുമരുന്ന് പിടിക്കാൻ വേണ്ടി റെയ്ഡുകൾ നടക്കുന്നു. അതങ്ങ് തുറന്നു പോയാൽ നന്നായി. ഇപ്പോഴത്തെ ഈ വാർത്ത നിൽക്കുമ്പോൾ അതും നിൽക്കാതിരുന്നാൽ മതി. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ, ഈ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ഒരു തവണ ഒരു കേസിൽ പെടുവോ അല്ലെങ്കിൽ ആ ലഹരി ഉപയോഗിച്ചതായിട്ട് എവിടെയെങ്കിലും ഒരു രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല അങ്ങനെ അധികാര രംഗത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ ഒരിക്കലും ജുവനൈൽ എന്ന ആനുകൂല്യം കൊടുക്കരുത്. നിയമങ്ങളും നടപടികളും അത്തരം കർശന സ്വഭാവം കൂടെ കാണിക്കണം. ഇപ്പോൾ നിയമം അത് നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നൊരു മനോഭാവം ഉണ്ടാകുന്നത് ഒരിക്കലും നല്ല സന്ദേശമല്ല. അപ്പോൾ ഈ കുട്ടികൾ നിരന്തരമായ ക്ലാസ് റൂമുകളിൽ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ, അതായത് സ്കൂൾ തലത്തിലെ ക്ലാസ് റൂമുകളിൽ മദ്യപിച്ച് വന്ന കുട്ടികളെക്കുറിച്ച് എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടു.
ഒരുപാട് വാർത്തകൾ കേട്ടു. അപ്പോൾ ഈ പറയുന്ന മദ്യപിക്കാൻ പോകുന്നത് അവൻ മറ്റൊരു സ്ഥലത്തായിരിക്കും, മറ്റൊരു മോശപ്പെട്ട ഒരു കൂട്ടായ്മയിലായിരിക്കും. ആ കൂട്ടായ്മയിൽ നിന്ന് മറ്റ് മോശകരമായ പല ഉപദേശങ്ങളും പ്രചോദനങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനാവശ്യം എന്താണ്? ഈ മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നോ വല്ലതും ഉപയോഗിച്ചാൽ നിനക്ക് പിന്നെ മറ്റൊരു ആനുകൂല്യങ്ങളും നിൻ്റെ ജുവനയിൽ എന്നുള്ളത് കിട്ടില്ല എന്നൊരു ബോധം ഉണ്ടെങ്കിൽ ആ മദ്യപിക്കാൻ പോകുന്നതിനേയും കൂടെ ചിലപ്പോൾ ഒന്ന് മടിക്കും. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, കുട്ടികളെ ഈ പ്രായത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് അവരെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന മുതിർന്ന ക്രിമിനലുകൾ ഉണ്ടോ എന്ന് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? അത് പരിശോധിക്കണ്ടേ? അത് പരിശോധിച്ച് അവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമൂഹം ഉണ്ടെന്നുള്ള സംശയമില്ലാത്ത കാര്യം തന്നെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട അധികാരം കയ്യിലിരിക്കുന്ന സർക്കാരാണ്. ഇപ്പം നമ്മൾ കുറച്ചേറെ പരിഹാര മാർഗങ്ങളെ പറ്റി പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ലഹരിക്കെതിരെ നമ്മളാൽ കഴിയുന്ന, എവിടെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടാലോ അല്ലെങ്കിൽ അത് കൃത്യ അധികാര സ്ഥാനങ്ങളിൽ മടിച്ചു നിൽക്കാതെ അത് അറിയിക്കണം. അപ്പോൾ മറ്റൊരു കാര്യമുണ്ട്, ഈ മനുഷ്യരെല്ലാം ഇത് അറിയിക്കാൻ മടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അവർക്കത് അറിയിക്കാനുള്ള മനസ്സില്ലാഞ്ഞിട്ടല്ല. അത് അറിയിച്ചു കഴിഞ്ഞാൽ നാളെ അവരുടെ ശത്രുവാണ്. അവരിൽ നിന്നുണ്ടാകുന്ന ദോഷപ്രവർത്തനങ്ങൾ അവർക്കും ഈ അറിയിക്കുന്ന ആളിനും കുടുംബത്തിനും ഉണ്ടാകുന്ന ദോഷവശങ്ങളെ ഭയന്നാണ് ഇത് കണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ഈ അറിയിക്കുന്ന ആളിന് ഇവിടുത്തെ ഭരണ നിയമ സംവിധാനം കർശനമായ സംരക്ഷണം കൊടുക്കണം. അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങൾക്ക് പ്രാപ്തിയുണ്ടെന്ന് ആദ്യം ഇവിടുത്തെ പൊതുജനങ്ങളെ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്കിന്ന് നമ്മുടെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ പലതരത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് അവരാരും സംസാരിച്ച് നമ്മൾ കാണാറില്ല. ക്രിയാത്മകമായിട്ട് ഇത്തരത്തിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുക? യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ആ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അതാണല്ലോ അവരുടെ പ്രവർത്തന രീതി. അവരാണ്, അവരുടെ ബോഡി, അവരുടെ ഹാർട്ടും അവരുടെ സോളും എല്ലാം ഈ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്കിടയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ലഹരിയുടേതായ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക്, അല്ലെങ്കിൽ അതിൽ ചുമതലയുള്ളവർക്ക്, അല്ലെങ്കിൽ സഹപ്രവർത്തകർക്ക് എല്ലാം വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന് രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന, കഴിഞ്ഞ തലമുറയുടെ ഒക്കെ അത്രയും രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു വലിയ മോശമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആഗ്രഹം എന്താണെന്ന് അറിയാം? സ്കൂളിൽ പോയി അല്ലെ പ്ലസ് ടുവിന് പോയി അവിടെ വിലസണം, അവിടെ അടിച്ചു പൊളിക്കണം. അതാണ് 10 പേരുടെ സപ്പോർട്ട്. ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള 10 പേര്. വിദ്യാർത്ഥി സംഘടനകൾക്ക് ആവശ്യം എന്തുവാ? അവരുടെ കൂടെ 10 പേര്. ഇത് രണ്ടും ഒരേ ആവശ്യത്തിൻ്റെ 2 വശമാണ്. അപ്പോൾ ഈ അക്രമ പ്രവർത്തനങ്ങൾ കാണിക്കാൻ എനിക്ക് ഏത് സംഘടനയാണോ പിന്തുണ നൽകുന്നത്, വിദ്യാർത്ഥി അത് ഓരോ കോളേജിലും മാറി മാറിയിരിക്കും. എല്ലാ കോളേജിലും എല്ലാവരും അല്ല പ്രബലർ. കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാതെ വരുന്നവർക്ക് അതിൻ്റെ കൂടെ കഴിയും. 1 2 ഇൻസിഡൻറ്റുകൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവരെ സഹായിക്കും. പിന്നെ അതാണ് അവരുടെ രാഷ്ട്രീയം. പിന്നെ ആ വിദ്യാർത്ഥി സംഘടന അല്ല അതിൻ്റെ നേതാവ് എന്ത് പറയുന്നു, അതായത് അതിന് പിന്നെ ശരിയോ തെറ്റോ ന്യായമോ അതിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഒന്നുമില്ല. പിന്നെ അതാണ് ഇവരുടെ രാഷ്ട്രീയം. നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള അവൻ്റെ കഴിവ് വെച്ചാണ് അവൻ്റെ വലിപ്പം കാണിക്കുന്നത് പറയും. നിയമങ്ങൾ ലംഘിക്കാൻ എത്രത്തോളം കഴിവുണ്ടോ അവൻ വലിയ സ്വാധീനമുള്ള വലിയ ആളാണ് എന്ന് പറയുന്ന പോലെ ഈ വിദ്യാർത്ഥികളിൽ ചെറുപ്പത്തിലെ അവന് മറ്റൊരാളുടെ മേൽ ആധിപത്യവും അല്ലെങ്കിൽ അക്രമവും കാണിക്കാനുള്ള അവൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അവൻ സ്വയം വിലയിരുത്തി വളർത്തുന്നത്. നാലാളിനെ മർദ്ദിച്ചോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും അക്രമ പ്രവർത്തനം കാണിച്ചോ ആളാവാൻ നടക്കുന്നവനെ സംഘടനയെ കൂട്ടാതിരിക്കുക, അവരെ സംഘടന ഭാഗമാക്കാതിരിക്കുക. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത് പരസ്പരാവശ്യമായിട്ട് നിന്ന് ആ രീതിയിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് പോകുന്നത്.
രാഷ്ട്രീയപരമായ ചിന്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അതിന് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം വരുത്തണം. വിദ്യാഭ്യാസത്തിൽ ചെറിയ 1 മുതൽ 10 വരെ അല്ലെ 12 വരെയുള്ള കാലയളവിനുള്ളിൽ തീർച്ചയായിട്ടും അത്യാവശ്യ നിയമങ്ങൾ പഠിപ്പിക്കണം. നിയമം ഇവിടെ ഏതൊരു മനുഷ്യനായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനായാലും അവന് ബാധകമായ ഒറ്റ കാര്യമേ ഉള്ളൂ, നിയമം. അത് ഈ മണ്ണിൽ നിൽക്കുന്നവൻ ഈ മണ്ണിൻ്റെ എല്ലാ നിയമവും അറിയണമല്ലോ. അതാണല്ലോ നിൽക്കുന്ന മണ്ണിൻ്റെ നിയമം അറിയണം എന്നുള്ളതാണല്ലോ അതിൻ്റെ ബേസിക് റൂള്. അങ്ങനെ എല്ലാവരും ബാധകമായ ആ ഒരു വസ്തുത, നിയമം എന്ന കാര്യം ഇവിടെ സ്കൂളിലെ ഏതെങ്കിലും ഒരു സിലബസിലുണ്ടോ? അത് പഠിപ്പിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതിനെ എങ്ങനെ ന്യായീകരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇവിടുത്തെ എല്ലാ നിയമങ്ങളുടെയും മാതാവെന്ന് പറയുന്നത് എന്താ? ഇന്ത്യൻ ഭരണഘടനയല്ലേ. ഈ 1 മുതൽ 12 വരെയുള്ളതിനകത്ത് ഭരണഘടനയുടെ എത്ര ആർട്ടിക്കിൾ പഠിപ്പിക്കുന്നുണ്ട്? നമ്മുടെ അവകാശങ്ങൾ ആ ഭരണഘടനയിൽ കൂടെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഭരണഘടന കൂടെയല്ലേ പഠിച്ചല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന 1 മുതൽ 12 വരെ നിശ്ചയമായും ഈ ഭരണഘടനയും നിയമങ്ങളും പഠിപ്പിക്കുകയും ചെയ്താൽ തന്നെ കുറേ ഒരു അവബോധം ഉണ്ടാകാൻ സാധിക്കും. ഒരു മൊബൈൽ ഫോണും അതിലൊരു ക്യാമറയും, ഈ പറയുന്ന മൊബൈൽ ഫോണൊക്കെ എല്ലാവരുടെയും കയ്യിലുള്ളത് കൊണ്ടാണ് ഇത്രയും അക്രമപ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ അറിയുന്നത്. അതല്ലെങ്കിൽ ഈ പറയുന്ന അക്രമപ്രവർത്തനങ്ങളുടെ ഇപ്പോഴും അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടാതെ പോകുന്ന എത്രയോ ക്രൂരപീഡനങ്ങൾ നടക്കുന്നുണ്ടാവുമെന്ന് കണ്ടിട്ടുണ്ടോ? ഒരു മൊബൈൽ ഫോണിൽ ആരെങ്കിലും പകർത്തി അത് സോഷ്യൽ മീഡിയയിലോ വാർത്താ ചാനലുകളിലോ ഇട്ട് അതൊരു സെൻസേഷണൽ വാർത്തയായിട്ട് മാറുന്നതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അധികാരവർഗം ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നത്. ഇതൊന്നും അല്ലാതെ എൻ്റെ മകനെ ഒന്നാമത് നിവർത്തിയുണ്ട്, കുട്ടികൾ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, അധ്യാപകരുടെ അടുത്തോ ഇത് പറയാൻ തയ്യാറാകത്തില്ല. അക്രമപ്രവർത്തനങ്ങൾ എത്രയും അങ്ങ് സഹിക്കും. കാരണം അല്ലെങ്കിൽ അവനൂടെ ഇതിനകത്ത് കുറ്റക്കാരനാകുമെന്നുള്ള ഏതെങ്കിലും തരത്തിൽ അവനെയും കുറ്റപ്പെടുത്തും. ആ ഒരു ഭയം കാരണം എന്തായാലും ഒരു പ്രായത്തിന് താഴെയുള്ള കുട്ടികളാണല്ലോ, അത് കൊണ്ട് ഇത് കൂടുതൽ അക്രമ സംഭവങ്ങളും പുറം ലോകം അറിയാതെ പോവുകയാണ്. ഇത്രയും ഒരു സെൻസേഷനായിട്ട് ഈ വാർത്ത വന്നത് തന്നെ ഈ മൊബൈൽ ഇത് റെക്കോർഡ് ചെയ്ത് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ പുറത്ത് വന്നതുകൊണ്ടാണ്. ഒരു സെൻസേഷൻ ഉണ്ടാക്കാത്ത ഒരു അക്രമപ്രവർത്തനമാണെന്ന് കരുതിക്കും. ആ അക്രമപ്രവർത്തനമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സെൻസേഷനായ വാർത്തകൾ കൊണ്ടാകുന്ന നടപടിയുടെ ഒരു 100 നടപടി ഉണ്ടാകുമെന്ന് വരുന്നുണ്ട്. ഉണ്ടാകത്തില്ല. അതാണ് അവിടുത്തെ പ്രധാന പോരായ്മ. ഈ ആക്രമിച്ച കുട്ടിയുണ്ടല്ലോ, അവന് ഇത് കൂടുതൽ പ്രചോദനമാണ്. അവൻ്റെ സ്വാധീനത്തെക്കുറിച്ചും അവൻ്റെ പിടിപാടുകളെക്കുറിച്ചും ഒക്കെ അവൻ കൂടുതൽ മനസ്സുകൊണ്ട് കുറ്റം കൊള്ളും. അതൊരിക്കലും അക്രമപ്രവർത്തനങ്ങൾ രണ്ടാമതൊന്നിലേക്ക് പോകാതിരിക്കാനുള്ളതല്ല, രണ്ടാമതൊന്നിലേക്ക് പോകാനുള്ളവൻ്റെ പ്രയോജനമാണ്. ഒരു നല്ല ഭരണരംഗം ഉണ്ടാകണം. കാരണം പോലീസിൽ നിന്ന് ഒരു പരാതി കൊടുത്താൽ അത് പോലീസ് ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. അതിനകത്ത് ശരിയായ വസ്തുത അന്വേഷിച്ച് അവർ കണ്ടെത്തണം. അല്ലാതെ ഈ പരാതിയായിട്ട് ചെല്ലുന്നവരെ എങ്ങനെ മടക്കി അയക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ അതിന് പോലീസ് ശ്രമിക്കരുത്. അല്ലെങ്കിൽ ഏത് അധികാരസ്ഥാനത്താണെങ്കിലും അവർ ശ്രമിക്കരുത്. അങ്ങനെ അവരും കൃത്യമായ ആക്ഷൻ എടുക്കണം. സമഗ്രമായ നടപടിയിൽ കൂടി മാത്രമേ ഇതിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭാവി തലമുറ എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണ്. അവർ അക്രമത്തിലേക്കൊക്കെ പോയി അവരുടെ പിന്നെ കേസുകളിലൊക്കെ ഇപ്പോൾ ഇതിൽ നിന്നും അവർ വളർന്നു വന്ന് വീണ്ടും ഈ ജുവനൈലെന്ന അവരുടെ ആനുകൂല്യം ലഭിക്കാതെ മറ്റ് കേസുകളിലേക്കും ഒക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അതും അവരുടെ ഭാവിയെ നശിക്കുകയാണ്. അവരും പല നല്ല മേഖലകളിൽ നല്ല പൗരന്മാരായി എത്തേണ്ടവരാണ്. ഒരക്രമത്തെ പ്രവർത്തിയിലൂടെ അതിന് അടുത്തതിലേക്ക് പോയി അവരുടെ ഭാവിയെ നശിപ്പിക്കുന്നത്. അതും രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെ നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ വരും തലമുറ നശിച്ചു പോകുകയെന്ന് വെച്ചാൽ. അപ്പോൾ അത് വളരെ ഗൗരവമേറിയ വിഷയമാണത്. അപ്പോൾ അവിടെ ലഹരി, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മോചനം നേടണം. അക്രമപ്രവർത്തനങ്ങൾ കൂടി ഒരു ആത്മസന്തോഷം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരു മേൽക്കോയ്മ മനസ്ഥിതിയിൽ നിന്നും സന്തോഷം നേടിയെടുക്കുന്ന ആ മാനസികാവസ്ഥയിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം ചിന്തകൾ അവരിൽ ഉണ്ടാകാതിരിക്കുന്ന, വളർത്താതിരിക്കുന്ന പ്രവർത്തന രീതികളും എല്ലാം ഉണ്ടായി വരണം. അത് ക്രിയാത്മകമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നു. ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ നമ്മളുടെ യുവതലമുറയും കൗമാരക്കാരും ഇനിയും വഴിതെറ്റാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇതേപോലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് എത്താതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കാനും ആശംസിക്കാനും ഉള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്ന അഡ്വക്കേറ്റ് രാജേഷ് പുളിയനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.